നമുക്ക് നോക്കാനുള്ളത് ഹെൽത്ത് ഓഫീസറിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഹെൽത്ത് ഓഫീസറിന് എവിടെ നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് എവിടെയൊക്കെയാണ് ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തില് ന്യൂയിസൻസ് നടക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹെൽത്ത് ഓഫീസറിന് എൻട്രി ചെയ്യുകയും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്യാം. രണ്ടാമത് എന്തെങ്കിലും തരത്തില് ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലും ഹെൽത്ത് ഓഫീസറിന് ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് ആർട്ടിക്കിൾസ് അത് മാനുഫാക്ചർ ചെയ്യോ അല്ലെങ്കിൽ സെയിൽ ചെയ്യോ സ്റ്റോർ ചെയ്യോ ചെയ്യുന്ന സ്ഥലങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ സപ്ലൈ ഉള്ള സോഴ്സസ്, ഈ സ്ഥലങ്ങളിലും ഹെൽത്ത് ഓഫീസറിന് നേരിട്ട് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട്. പിന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്ങോ ഹോട്ടലോ ഷോപ്പോ, അപ്പോൾ സെയിൽ നടക്കുന്ന ഏതൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഹോട്ടല് ഷോപ്പ് ഇവിടെയെല്ലാം ഇൻസ്പെക്ഷൻ നടത്താം. കൂടാതെ തന്നെ ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള അനിമലിനെ വെച്ചിട്ട് ഫുഡ് സപ്ലൈ നടത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അതായത് ഡിസീസ്ഡ് അനിമലിന്റെ മീറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഫുഡ് സപ്ലൈ നടത്തുകയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസാനിറ്ററി കണ്ടീഷൻസിൽ ഈ ഫുഡ് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യോ പാക്ക് ചെയ്യോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലും ഹെൽത്ത് ഓഫീസറിന് അവിടെ ഇൻസ്പെക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഹെൽത്ത് ഓഫീസറിന്റെ ഒരു പവർ ആണ് ഇവിടെയെല്ലാം എൻട്രി ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഹെൽത്ത് ഓഫീസറിന് എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് ആർട്ടിക്കിൾസ് അത് ഇൻസാനിറ്ററി കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് സീസ് ചെയ്യാനുള്ള ഒരു അധികാരവും ഹെൽത്ത് ഓഫീസറിന് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഫാക്ടറീസ്, വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഓഫീസ്, സിനിമ ഹാള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അസിസ്റ്റൻസോട് കൂടിയോ ഇല്ലാതെയോ ഏത് സമയത്തും ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം ഹെൽത്ത് ഓഫീസറിന് ഉണ്ട്. അപ്പൊ മറ്റുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തില് ഡ്വെല്ലിംഗ് പ്ലേസസ്, താമസ സ്ഥലങ്ങളിൽ നോട്ടിഫൈഡ് ഡിസീസ് റിപ്പോർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ ഏരിയയിൽ ആ ഒരു സസ്പെൻഷൻ ഉണ്ട്, ആ ഒരു ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് കൂടാതെ തന്നെ ആ സ്ഥലങ്ങൾ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം നമ്മുടെ ഹെൽത്ത് ഓഫീസറിന് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് ആ ഒരു ഡിസീസ് സ്പ്രെഡ് ആവാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻ നമ്മൾ നടത്തുന്നത്. പിന്നീട് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഈ ഒരു ആക്ട്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ട് അല്ലെങ്കിൽ അതിന്റെ റൂൾസ് ഏതെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആളെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു അധികാരവും ഹെൽത്ത് ഓഫീസറിനുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അനാലിസിസിന്റെ ആവശ്യത്തിനായിട്ട് വാട്ടറോ അല്ലെങ്കിൽ ഡ്രഗോ അല്ലെങ്കിൽ ഫുഡ് ആർട്ടിക്കിൾസോ അതിന്റെ സാമ്പിൾസ് എടുക്കാനുള്ള ഒരു അധികാരവും, അത് ഏതെങ്കിലും രീതിയിൽ ഇൻസാനിറ്ററി ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പബ്ലിക്കിന്റെ ഹെൽത്തിനെ ബാധിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ സാമ്പിൾ എടുക്കാനുള്ള അധികാരവും ഹെൽത്ത് ഓഫീസറിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടും റൂളും പ്രകാരം ഹെൽത്ത് ഓഫീസേഴ്സിന് ഏതെങ്കിലും തരത്തിലൊരു ന്യൂയിസൻസ് നടന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാനുള്ള ആക്ഷൻ എടുക്കാനുള്ള പവറും നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ പവർ ആയിട്ട്, നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിന്റെ പവർ ആയിട്ട് നമ്മൾ പറയുന്നത്. അത് കൂടാതെ തന്നെ പിന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോ ലോക്കൽ ഏരിയയിലും ഒരു ഹെൽത്ത് ഓഫീസറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ഏരിയാസിൽ ഒരു ഇക്വിറ്റബിൾ മാനറിലാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സ്റ്റാഫിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ആയിട്ട് എല്ലാവർക്കും നമ്മുടെ സർവീസ് ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈക്വലി അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലോക്കൽ ഏരിയയുടെ ജുറിസ്ഡിക്ഷന്റെ ബേസിൽ നമ്മുടെ PHSയുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് PHSയുടെ ഒക്കെ അതിർത്തി നമ്മൾ നിർണയിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് സിയില് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഹെൽത്ത് അതോറിറ്റീസ് നെസസറി സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാ? ഡിസ്ട്രിക്ട് ലെവലിലെയും സ്റ്റേറ്റ് ലെവലിലെയും ഹെൽത്ത് ഓഫീസേഴ്സിനെ പരിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിയാണ്. ഇത് ജനറൽ ആയിട്ട് ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ് നോക്കുന്നത്. ഇതിൽ പലതവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ട് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ഫോർ ദ പർപ്പസ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽസ്
ആൻഡ് അതോറിറ്റീസ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. അപ്പം ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങൾ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇവരുടെ പരാതികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ കൗൺസിൽസും അതോറിറ്റീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1986-ലാണ്. അപ്പൊ അതിന്റെ ആ ഒരു വർഷം ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ആക്ട് പ്രകാരം ഏതൊരാളാണോ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് അവരെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കൺസ്യൂമേഴ്സിന് കുറച്ചധികം റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ കൺസ്യൂമേഴ്സിന് കുറച്ച് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി ആണ്. ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ജീവനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഹസാഡസ് ആയിട്ടുള്ള ഗുഡ്സ്, സർവീസസ് ഇതൊന്നും മാർക്കറ്റിലേക്ക് എത്താതെ പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ളത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഒരു റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. അവരുടെ ജീവനോ പ്രോപ്പർട്ടിക്കോ ഒരു തരത്തിലും ഹസാഡസ് ആയിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തരുത്. അങ്ങനെയുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. ദെൻ ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സേഫ് ആക്കാനും സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു റൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. ഈ ഒരു റൈറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഗുഡ്സിന്റെ ആണെങ്കിലും സർവീസസിന്റെ ആണെങ്കിലും ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്, അതിന്റെ പ്രൈസ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം അറിയാനുള്ള അവകാശം നമ്മുടെ കൺസ്യൂമേഴ്സിന് ഉണ്ട്. അപ്പം അതെന്ന് പറയുന്ന അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ അതിൽ നിന്നും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ദെൻ അടുത്ത് പറയുന്നത് റൈറ്റ് ടു ചൂസ് എന്നുള്ളതാണ്. ഈ ഒരു റൈറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഓരോ കൺസ്യൂമറിനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ബി ഹേർഡ് ഓർ റൈറ്റ് ഓഫ് റെപ്രസെന്റേഷൻ, അവർക്ക് പ്രതിനിധീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനുമുള്ള അവകാശം, എന്തെങ്കിലും പരാതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്ന് പറയുന്നത്, അപ്പൊ ഏതെങ്കിലും രീതിയിൽ പരാതികളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരാതി പരിഹരിച്ച് കിട്ടുന്നതിനുള്ള അവകാശവും അവർക്കുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ ഓർ സീക്ക് റെഡ്രസൽ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓർ എനി അതർ എക്സ്പ്ലോയിറ്റേഷൻ. ഏതെങ്കിലും രീതിയിൽ ഒരു അൺഫെയർ പ്രാക്ടീസസ് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കിട്ടുന്നതിനുള്ള, അതിനൊരു നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള അവകാശവും ഈ ഒരു നിയമപ്രകാരം നമ്മുടെ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഈ ഗുഡ്സിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ല് അവർക്ക് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അവർക്കത് കൊടുക്കേണ്ടതും ഇതിന്റെ അണ്ടറിൽ ഒരു റൈറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സെൻട്രൽ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നിലവിൽ വന്നത് 1969-ലാണ്, പക്ഷെ ഫോഴ്സിൽ വന്നത് 1970 ഏപ്രിൽ 1 മുതലാണ് ഇത് ഫോഴ്സിൽ വന്നത്. അപ്പം ഈ ഒരു ആക്ട് കാര്യം പറയുന്നത്, നമ്മുടെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് ബർത്തിന്റെയും ഡെത്തിന്റെയും, ജനനത്തിന്റെയും മരണത്തിന്റെയും രജിസ്ട്രേഷൻ കമ്പൾസറി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഴിയിട്ട് നമ്മുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കമ്പൈലേഷൻ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ്, അതായത് സംസ്ഥാന വഴിയിട്ട് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു കമ്പൈലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസിൽ ഒരു യൂണിഫോമിറ്റിയും കമ്പാരബിലിറ്റിയും നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബർത്ത് ഡെത്ത് രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് പീരീഡിനുള്ളിൽ തന്നെ എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ പോപ്പുലേഷനിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഒരു ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡേറ്റാസ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ബർത്തിന്റെയും ഡെത്തിന്റെയും രജിസ്ട്രേഷൻ നടന്നിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് കമ്പൾസറി ആക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആയിരുന്നു സെൻട്രൽ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് 1969 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ വഴിയിട്ട് നമ്മുടെ ബർത്ത് ഡെത്ത് അതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആക്ട് വഴിയിട്ട് ആരാണ് ബർത്തും ഡെത്തും റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാന്നുള്ള കാര്യവും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പ്രകാരം പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പബ്ലിക്കിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ഇപ്പോ വീടുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഹോട്ടലിലാണ് ജയിലിലാണ് എവിടെയാണോ നടക്കുന്നത് അവിടെ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അവരായിരിക്കണം ഈ ഒരു ബർത്തും ഡെത്തും ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എവിടെയാണോ നടക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആയിട്ടുള്ള ആള് കൺസേണിങ് രജിസ്ട്രാർക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് കറക്റ്റ് ആയിട്ട് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം.
ഇനി പറയുന്നത് ഈ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള കാര്യമാണ് താഴോട്ട് ഈ പറയുന്നത്. ഒരു റെസിഡൻഷ്യൽ ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൗസിന്റെ ഹെഡ്, വീട്ടിന്റെ ഉടമസ്ഥൻ ആരാണോ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തുള്ളത് ആരാണോ അവരായിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഹോസ്പിറ്റലോ ഹെൽത്ത് സെന്ററോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മെഡിക്കൽ ഓഫീസർ, ഇൻചാർജിലുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആ ഒരു അതോറിറ്റി, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആരാണോ അവരായിരിക്കണം അറിയിക്കേണ്ടത്. ഇനി ജയിലിലാണ് ഇത്തരത്തിലൊരു ബർത്തോ ഡെത്തോ നടന്നതെന്നുണ്ടെങ്കിൽ ജയിലർ ആയിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരെണ്ണമാണ് കേരള സിനിമ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ വർഷം, ഈ പറയുന്ന നിയമങ്ങളുടെ എല്ലാം വർഷം ഓർത്തിരിക്കണം. അത് പലതവണ വൺ വേർഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കേരള സിനിമ റെഗുലേഷൻ ആക്ട് 1958 വന്നിട്ടുള്ളത്. അപ്പം ഇത് പ്രകാരം പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ഒരാൾക്കും ഇത്തരത്തില് ഒരു തിയേറ്റേഴ്സ് ഒക്കെ എന്താ പറയാ അത് നടത്തുന്നതിനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കമ്പനിയോ അസോസിയേഷനോ അല്ലാതെ ഒരു 18 വയസ്സ് അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തില് ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടു പോകാനുള്ള ലൈസൻസ് പെർമിറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേരള സിനിമ റെഗുലേഷൻ റൂൾസ് 1975 കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു റൂൾസ് പ്രകാരം ഈ താഴെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിനാണ് സിനിമ തിയേറ്റേഴ്സ് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് LSGs, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ്, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലോ. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്കാണ്. മൂന്നാമത്തത് ദ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്സ്, അവർക്കാണ് അടുത്ത അധികാരമുള്ളത്. പിന്നീടുള്ളത് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ്, അവസാനമായിട്ടുള്ളത് PWD ഡിപ്പാർട്ട്മെന്റ്. ഈ 5 ഡിപ്പാർട്ട്മെന്റ്സിനാണ് ഈ ഒരു റൂൾസ് പ്രകാരം ഈ ഒരു തിയേറ്റേഴ്സ് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുള്ളത്. അപ്പം ഈ ഒരു ഹെൽത്ത് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അത് അവർ നടത്തുന്നത് പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. നടത്തിയതിനു ശേഷം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലോട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് ഫോർവേഡ് ചെയ്യുകയും വേണം. അപ്പം ഈ ഒരു ഡിഫറെന്റ് അതോറിറ്റീസിന്റെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഒരു ലൈസൻസ് ഗ്രാന്റ് ചെയ്യണം. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു ഇൻസ്പെക്ഷൻ നടന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇവർക്കൊരു ലൈസൻസ് പെർമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം തിയേറ്റേഴ്സ് തന്നെ നമുക്ക് 2 തരത്തിലാണുള്ളത്. ടെമ്പററി തിയേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് തിയേറ്റേഴ്സും ഉണ്ട്. അപ്പം ഇവർക്ക് ലൈസൻസിങ് കൊടുക്കുന്നതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. ടെമ്പററി തിയേറ്റേഴ്സ് ആണെങ്കിൽ 2 എണ്ണം തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 800 മീറ്റർ ആയിരിക്കണം. ഈ പെർമനന്റ് തിയേറ്റേഴ്സ് തമ്മിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ടെമ്പററി തിയേറ്റേഴ്സ് തമ്മിൽ 800 മീറ്റർ അകലം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതേസമയം സ്പേസിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ 7.5 മീറ്ററും 2 സൈഡിലും 4 മീറ്ററും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 1.5 മീറ്ററും ഈ ഒരു രീതിയിലായിരിക്കണം അതിന്റെ ഒരു സ്പേസിങ് വരേണ്ടത്. പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഓരോ 50 സീറ്റിനും ഒരു യൂറിനൽ എന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. അത് തന്നെ നമ്മുടെ ജെന്റ്സിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം യൂറിനൽസ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോ 250 സീറ്റിനും ഒരു ലാട്രിൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കണം. സീലിംഗ് ഫാൻസ് ആണെങ്കിൽ 50 സീറ്റിന് ഒരെണ്ണം എന്നുള്ള രീതിയിലായിരിക്കണം സീലിംഗ് ഫാൻ വേണ്ടതും. എക്സോസ്റ്റ് ഫാൻസും ഈ പറഞ്ഞ കണക്ക് തന്നെ 50 സ്ക്വയർ മീറ്ററിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് എക്സോസ്റ്റ് ഫാൻസ് വരേണ്ടത്. ഇനി നമ്മൾ ഏത് ലോക്കൽ ലാംഗ്വേജ് ആണ്, നമ്മളവിടെ തദ്ദേശീയമായിട്ട് ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിൽ ഒരു എക്സിറ്റ് ബോർഡ്, ലൈറ്റോട് കൂടി ഒരു എക്സിറ്റ് ബോർഡ് ഉണ്ടായിരിക്കണം. അത് ഓരോ 10 മീറ്റർ വീതിയിലും 10 റോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഒരു എക്സിറ്റ് ബോർഡ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നോ സ്മോക്ക് ബോർഡ്, പുകവലി പാടില്ല എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടായിരിക്കണം. വാട്ടർ ടാങ്ക്സ്, ആവശ്യത്തിനുള്ള വാട്ടർ ടാങ്ക്സ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട് എക്കോ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ കോർമാറ്റ്, തെർമോകോള് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ടോപ്പ് കവറോട് കൂടിയ വേസ്റ്റ് ബോക്സസ്, അത് കൃത്യമായ നമ്പറിൽ വേസ്റ്റ് ബോക്സസ് ഉണ്ടായിരിക്കണം. പിന്നീട് പറയുന്നത് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ പോലെ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കറക്റ്റ് ആയിട്ട് ആ നമ്പർ, അവർ പറഞ്ഞിരിക്കുന്ന നമ്പറിലുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സിനിമ തിയേറ്റേഴ്സിന്റെ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഒരു ആക്ട് ആണ് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ BIS ആക്ട്. അപ്പൊ ഇത് നിലവിൽ വന്നത് 1986 ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. അപ്പം ഈ ഒരു ആക്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഈ ഒരു ആക്ട് എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ സാധനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷനും അതുപോലെ തന്നെ അതിന്റെ മാർക്കിംഗ്, ഗുണനിലവാര സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളുടെ എല്ലാം വികസനത്തിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിട്ട് ഒരു ബ്യൂറോ സ്ഥാപിക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ ഒരു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നത്, അതായത് BIS ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ബ്യൂറോ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഇവർക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, ഒരു പൊതുമുദ്ര ഇവർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനും അതുപോലെ തന്നെ വിനിയോഗിക്കാനും ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി അവർക്ക് അധികാരം ഉണ്ടായിരിക്കും. ഈ ബ്യൂറോസിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ബ്യൂറോസ് ഒരു കോർപ്പറേറ്റ് ബോഡി ആയിരിക്കും. അവർക്ക് സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനും വിനിയോഗിക്കാനും ഒക്കെയുള്ള ഒരു അധികാരം ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് ആണ്. ഈ ലിമിറ്റേഷൻ ആക്ടിന്റെ വർഷം പല തവണയായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലിമിറ്റേഷൻ ആക്ട് വന്നിട്ടുള്ളത് 1963-ലാണ്. അപ്പൊ എന്താണ് ലിമിറ്റേഷൻ ആക്ട് എന്ന് നോക്കാം. ലിമിറ്റേഷൻ ഈസ് റിലേറ്റിംഗ് ടു ഫിക്സിംഗ് ഓർ പ്രിസ്ക്രൈബിംഗ് ഓഫ് ദ ടൈം പീരീഡ് ഫോർ ബാറിംഗ് ലീഗൽ ആക്ഷൻ. എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലയളവ് അത് നിശ്ചയിക്കുന്നതിനോ നിർദ്ദേശിക്കുന്നതിനോ ഉള്ള ഒരു പരിധിയാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ നടപടി വന്നു കഴിഞ്ഞാൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലയളവുണ്ട്. അത് നിശ്ചയിക്കുന്നതിന് നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു പരിധിയാണ് ഈ ലിമിറ്റേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ അപ്പീലോ അല്ലെങ്കിൽ അതിന്റെ അപേക്ഷകൾക്കോ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാലയളവ്, അതാണ് ലിമിറ്റേഷൻ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് കണക്കാക്കിയ ഒരു ലിമിറ്റേഷൻ കാലയളവ്, അതാണ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷൻ ആക്ടിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ MFPOയെ കുറിച്ചാണ്, അതായത് മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ ആണ്. ഇത് നിലവിൽ വന്നത് 1973-ലാണ്. ഇപ്പം 1973 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ആണ് ഈ ഒരു MFPO എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് നമ്മുടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955-ന്റെ അണ്ടറിലാണ് ഈ ഒരു ഓർഡർ കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് ഫുഡ് പ്രോഡക്ട്സിന്റെ പ്രോസസ്സിങ്, അതിന്റെ പ്രൊഡക്ഷന്, ഇതിനെല്ലാത്തിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ കൊണ്ടുവന്നത്. ഇത് നമ്മുടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955-ന്റെ അണ്ടറിലാണ് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ്, ഈ ഒരു MFPO എന്ന് പറയുന്ന ഈ ഒരു ഓർഡറിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് ഫുഡ് പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ റെഗുലേറ്റ്, അതുപോലെ തന്നെ അതിന്റെ സെയിൽ അത് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാനുഫാക്ചേഴ്സിന്റെ ലൈസൻസിങ്ങിന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ഫുഡ് പ്രോഡക്ട്സിന്റെയും ഫിഷ് പ്രോഡക്ട്സിന്റെയും എല്ലാത്തിന്റെയും പ്രൊഡക്ഷന്റെ എല്ലാ സ്റ്റേജസിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവരിക, ഇങ്ങനെ അതുപോലെ തന്നെ അവരുടെ ലൈസൻസിങ്ങിന്റെ കാര്യങ്ങൾ, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് സെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റും ഈ ഒരു ലോയുടെ അണ്ടറിലായിരിക്കും വരുന്നത്. ഇനി അതുപോലെയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നത് 1940-ലാണ്, DNC ആക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഡ്രഗ്സിന്റെ ഇമ്പോർട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിമൽസിനോ ഹ്യൂമൻ ബീയിങ്സിനോ യൂസ് ചെയ്യുന്ന ഏതൊരു തരത്തിലുള്ള ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ യൂസിനായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മെഡിസിനും ഡ്രഗ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രധാനമായിട്ടും ഈ ഒരു ഡ്രഗ്സിന്റെയും കോസ്മെറ്റിക്സിന്റെ ഒക്കെ മാനുഫാക്ചറും ഡിസ്ട്രിബ്യൂഷനും സെയിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്ടിന്റെ അണ്ടറിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് DTAB സ്ഥാപിക്കുന്നത് ഈ ഒരു ആക്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ ഈ ഒരു ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഡ്രഗ്സിന്റെയും കോസ്മെറ്റിക്സിന്റെയും ടെക്നിക്കൽ ആണ് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ ഈ ഒരു DTAB ആയിട്ട് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡുമായിട്ട് ചേർന്ന് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം ഓരോ ഡ്രഗ്സിന്റെയും കോസ്മെറ്റിക്സിന്റെയും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഈ ആവശ്യങ്ങൾക്കായിട്ട് ഒരു സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡായിട്ട് ഒരു ഡയറക്ടറും കാണും. അപ്പം നമ്മുടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രഗിന്റെ വരുന്നത് കസൗളിയിലാണ്. അപ്പം സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി ഒരു ഡയറക്ടറിന്റെ അണ്ടറിൽ നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഈ ഒരു ആക്ടിന്റെയും റൂൾസിന്റെയും ഒക്കെ അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻസും ഡ്യൂട്ടീസും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പൊ DTAB ആയിട്ട് ചേർന്ന് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം സെൻട്രൽ ഗവൺമെന്റ് ഈ ഡ്രഗ് ലബോറട്ടറീസിന് വേണ്ടുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഡ്രഗ്സ് ലബോറട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും നമ്മുടെ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ DTABയുടെയും സെൻട്രൽ ഗവൺമെന്റിനോട് ചേർന്ന് കൺസൾട്ടേഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഓരോ സ്റ്റേറ്റും ഒരു സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ആക്ട് പ്രകാരം ഇതിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത് ഡ്രഗ് ഇൻസ്പെക്ടർ ആയിരിക്കും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ഏരിയയിലേക്കും ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് കാണും. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് എല്ലാ മെഡിസിൻസിന്റെയും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മെഡിസിന്റെയും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഈ ഒരു ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ സെയില് അല്ലെങ്കിൽ ഷോപ്പ് സ്റ്റോർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ ഡിസ്ട്രിബ്യൂഷനും മാനുഫാക്ചറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുമുള്ള അധികാരം ഈ ഒരു നിയമപ്രകാരം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു ആക്ട് ആണ് ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ എന്ന് പറയുന്നത്, FPO. 1950 ഇത് വന്നിട്ടുള്ളത്. അപ്പം ഇത് പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ആണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്തത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെ ആ ഒരു പ്രോസസിംഗ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ നിലവിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിളിന്റെയും മാനുഫാക്ചർ അതുപോലെ തന്നെ അതിന്റെ പ്രോഡക്ട്സിന്റെയും മാനുഫാക്ചർ സാനിറ്ററി കണ്ടീഷനിലാണോ അല്ലെങ്കിൽ ഹൈജീനിക് കണ്ടീഷനിലാണോ എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ആക്ട് പ്രകാരം ഒരാളും ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലൊരു ബിസിനസ് നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ലൈസൻസ് യൂഷ്വലി ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ലൈസൻസിന്റെ റിന്യൂ ചെയ്യേണ്ട സമയം ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ എക്സ്പയർ കഴിയാറാവുന്നത് അതിന് മുന്നേ തന്നെ അതിനൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എല്ലാ മാനുഫാക്ചേഴ്സും ഈ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സാനിറ്ററി കണ്ടീഷനിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓർഡറിൽ പറഞ്ഞ പ്രകാരമുള്ള സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും അതുപോലെ തന്നെ കോമ്പോസിഷനും ഒക്കെ ആയിരിക്കണം ഈ ഓരോ പ്രോഡക്ട്സിലും ഉണ്ടായിരിക്കേണ്ടത്. ഇത്രയുമാണ് ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡറിൽ പ്രധാനമായിട്ടും പറയുന്നത്.